തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICU തുണികൊണ്ട് മറച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ഡെപ്യൂട്ടി DME റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നാണ് നിർദ്ദേശം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വിവരങ്ങൾ. ഉന്മേഷ, ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ വെന്റിലേറ്ററിൽ തീ പടർന്ന വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഒരു രീതിയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇന്ന് ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്നത്. അതായത് തുണി കൊണ്ട് മറച്ചാണ് ആ ICU പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഡെപ്യൂട്ടി DME റാങ്കിലുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അത് അന്വേഷിക്കണമെന്നുള്ളതാണ്. അന്വേഷിച്ച് 2 ആഴ്ചക്കകം തന്നെ കമ്മീഷന് റിപ്പോർട്ട് നൽകണമെന്നും ഈ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ICUവിൽ ശരിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സ്വീകരിക്കേണ്ട പരിഹാര നടപടികൾ നിശ്ചയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് 2 ആഴ്ചക്കകം കമ്മീഷന് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് അധികൃതരുമായി ഏകോപനം നടത്തി വൈകാതെ തന്നെ ഈ പരിഹാര നടപടികൾ ഉറപ്പാക്കുവാനും നിർദ്ദേശമുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ. ഉന്മേഷ്. റിനു ശ്രീധർ, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.